ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു കാറ്റലിസ്റ്റ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് നമ്മുടെ CMA ഇന്റർമീഡിയറ്റിന്റെ പേപ്പർ 7 ഡയറക്റ്റ് ടാക്സിലെ അതിൽ നമ്മുടെ 5 ഹെഡ് പഠിക്കുന്നുണ്ടല്ലോ. 5 ഹെഡിലെ ഒന്നാമത്തെ ഹെഡായ സാലറി, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ ഹെഡ്. ഈ ഹെഡിലുള്ള ഒരു ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രാഫിക്കലി അല്ലെങ്കിൽ ഒരു ചാർട്ടായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് ഒന്നും കൂടെ നിങ്ങൾക്ക് വേഗം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ബെനിഫിറ്റ് പെൻഷൻ ആണ്. ഓക്കെ, അപ്പോ അതിന് മുമ്പ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സാലറിയിൽ എന്താണ് ടാക്സബിൾ ആവുക എന്നൊന്ന് പറയണം. സാലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡിൽ എന്താണ് ടാക്സബിൾ ആവുക? എനി ബെനിഫിറ്റ് അല്ലെ, എനി ബെനിഫിറ്റ്, ഏത് തരം ബെനിഫിറ്റ് ആയിക്കോട്ടെ, ആരടുന്ന് കിട്ടുന്നു? റിസീവ്ഡ് ഫ്രം എംപ്ലോയർ. റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ആർക്ക് കിട്ടുന്നു? ബൈ എംപ്ലോയി. ബൈ എംപ്ലോയി. എനി ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ബൈ എംപ്ലോയി. അപ്പൊ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ബെനിഫിറ്റും എംപ്ലോയി എവിടെ ടാക്സബിൾ ആക്കും? നമ്മുടെ ഇവിടെ അസംഷൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ എംപ്ലോയിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന അസസി ആയിട്ട് അസ്യൂം ചെയ്യുന്നുണ്ടാവുക. അസസി ആയിട്ട് അസ്യൂം ചെയ്യുന്നത് ആരെയാണ്? എംപ്ലോയിനാണ്. അപ്പൊ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും, ഏതൊരു ബെനിഫിറ്റും ടാക്സബിൾ ആക്കുന്നത് എവിടെയായിരിക്കും? സാലറി എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സാലറി എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡില് നമ്മൾ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്നല്ല, ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് പെൻഷൻ. ഈ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു ബെനിഫിറ്റ് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് എന്ത്? പെൻഷൻ അല്ലെ. മാസത്തിലും നമുക്ക് ചിലപ്പോ എംപ്ലോയിക്ക് റിട്ടയർമെന്റിന് ശേഷം മാസത്തിൽ കിട്ടുന്ന പെൻഷൻസ് ഉണ്ടായിരിക്കും. 2 തരം പെൻഷൻസ് ആണ്. അതിലൊന്ന് മാസത്തിൽ കിട്ടുന്ന പെൻഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത് ഒരു ടോട്ടൽ 5 വർഷത്തേക്കുള്ള പെൻഷനിൽ അടുത്തൊരു 10 മാസത്തേക്കുള്ള പെൻഷൻ അടുപ്പിച്ച് മേടിക്കുന്ന കേസിനും പറയുന്നുണ്ട്. അതിന് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. അപ്പൊ പെൻഷനിൽ 2 ടൈപ്പ് ആണുള്ളത്. പീരിയോഡിക്കൽ പെൻഷൻസ് ഉണ്ട്, പീരിയോഡിക്കൽ പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട്. പീരിയോഡിക്കൽ പെൻഷനും ഉണ്ട്, കമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട്. പീരിയോഡിക്കൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു, ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് മാസം പെൻഷൻ റിസീവ് ചെയ്യുന്നതിനാണ് പീരിയോഡിക്കൽ പെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ, ഞാനൊരു എംപ്ലോയി ആണ്. എന്റെ എംപ്ലോയർ എനിക്കൊരു 5 വർഷത്തേക്കാണ് പെൻഷൻ തരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാസം എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? പെൻഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്ക് പെട്ടെന്ന് ഒരു അർജൻസി വന്നപ്പോ അടുത്തൊരു 10 മാസത്തേക്കുള്ള പെൻഷൻ ഒരുമിച്ച് കൂട്ടി അടുത്ത മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? മേടിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അടുത്ത മാസം മേടിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടെ പെൻഷൻ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്കും നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും എങ്ങനെയാണ് ടാക്സബിൾ ആവുക, എങ്ങനെയാണ് അവർക്ക് എത്രയാണ് അവർക്ക് എക്സംഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പീരിയോഡിക്കൽ പെൻഷൻ. ഒന്നാമത് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് പീരിയോഡിക്കൽ പെൻഷൻ ആണ്. പീരിയോഡിക്കൽ പെൻഷൻ മാസം കിട്ടുന്നതാണല്ലോ. അതൊരു ഗവൺമെന്റ് എംപ്ലോയിക്ക് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് ആയിക്കോട്ടെ, ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, 2 എംപ്ലോയിക്കും ഇതെന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ദാറ്റ് ഫോർ ഗവൺമെന്റ് ഓർ നോൺ ഗവൺമെന്റ് 2 തരം എംപ്ലോയീസിനും ഇതെന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, 2 ടൈപ്പ് എംപ്ലോയീസും എന്ത് ചെയ്തോളണം? ഫുള്ളി ടാക്സബിൾ ആക്കിക്കൊള്ളണം. ഏത് ഹെഡില്? സാലറി എന്ന് പറഞ്ഞ ഹെഡില്. ഓക്കെ, രണ്ടാമത്തത് പറയുന്നു കമ്മ്യൂട്ടഡ് പെൻഷൻസ് ആണ് പറയുന്നത്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്തൊരു 10 മാസത്തേക്കുള്ള പെൻഷൻസ് എന്ത് ചെയ്യുക? അടുത്ത മാസത്തേക്ക് ഒരുമിച്ച് മേടിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കമ്മ്യൂട്ടഡ് പെൻഷൻ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഫുള്ളി എക്സംപ്റ്റഡ്. ദാറ്റ് മീൻസ് ഈ ഗവൺമെന്റ് എംപ്ലോയി കമ്മ്യൂട്ട് ചെയ്ത് പെൻഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണ്ട? ടാക്സ്. അത് എന്ത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട? ടാക്സബിൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. ഓക്കെ, ഫുള്ളി എക്സാംപ്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോബ് വേണം എന്നൊക്കെ പറയുന്നതിന്റെ ബെനിഫിറ്റ് ഇതൊക്കെയാണ്. ഓക്കെ, രണ്ടാമത്തത് നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്മ്യൂട്ട് ചെയ്തിട്ട് പെൻഷൻ റിസീവ് ചെയ്യുന്ന കേസ്. ഇവിടെ 2 ടൈപ്പിൽ പറയുന്നുണ്ട്. നോൺ ഗവൺമെന്റ് എംപ്ലോയിന്റെ കേസിൽ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിക്കണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ഗ്രാറ്റുവിറ്റി നോട്ട് റിസീവ്ഡ്. ഈ 2 കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോൺ ഗവൺമെന്റ് എംപ്ലോയിന്റെ ടാക്സബിലിറ്റി അല്ലെങ്കിൽ എക്സംഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി
കമ്മ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ആ നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അവരുടെ എക്സംഷൻസ് പറയുന്നത്. അതായത് ടോട്ടൽ പെൻഷന്റെ 1/3 പോർഷനെ എന്ത് കിട്ടുള്ളൂ, 1/3 പോർഷൻസ് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് 1/3 കിട്ടാൻ കാരണം? അവിടെ അവർ ഓൾറെഡി എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്നു, പക്ഷെ അവർക്ക് എന്ത് റിസീവ് ചെയ്തിട്ടില്ല, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ആയിരിക്കും ട്രീറ്റ്മെന്റ്. ടോട്ടൽ പെൻഷന്റെ 1/2 പോർഷൻസ് വരെ എന്ത് കിട്ടും, എക്സംഷൻസ് കിട്ടും അത്രേ. ഓക്കെ ആണോ? എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിക്കാം. ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നുള്ളൂ. ഇവിടെ 1,00,000 രൂപയാണ് ടോട്ടൽ പെൻഷൻ എന്ന് കൂട്ടുക. 1,00,000 രൂപയാണ് ടോട്ടൽ പെൻഷൻ. സോറി, കട്ട് ചെയ്യുന്നുണ്ട്. 1,00,000 രൂപയല്ല. ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി 60,000 രൂപയാണ് എന്ത് ചെയ്തത്, കമ്മ്യൂട്ട് ചെയ്തിട്ട് പെൻഷൻ മേടിച്ചത്. ദാറ്റ് മീൻസ് ടോട്ടൽ പെൻഷന്റെ 60%. ടോട്ടൽ പെൻഷന്റെ 60% ആണ് എത്ര രൂപ, 60,000 രൂപ. ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്ത് മേടിച്ചത്, കമ്മ്യൂട്ട് ചെയ്ത് പെൻഷൻ മേടിച്ചത്. അതായത് ടോട്ടൽ പെൻഷന്റെ 60%, ദാറ്റ് മീൻസ് 60% കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചു. അപ്പോ എങ്ങനെ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത എംപ്ലോയി ആണെന്ന് ശ്രദ്ധിക്കുക. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത ഒരു എംപ്ലോയിന്റെ കേസിൽ ഇങ്ങനെ ആയിരിക്കും കാണാം. 60,000 അല്ലേ കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ. അപ്പൊ ടോട്ടൽ പെൻഷൻ എങ്ങനെ ആയിരിക്കും കാണാം, 60,000 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1 lakh കിട്ടും. ഓക്കെ, അപ്പൊ ഈ 1 lakh കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് നോക്കാം, 1 lakh ആണ് ടോട്ടൽ പെൻഷൻ കിട്ടി. അപ്പോ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ടോട്ടൽ പെൻഷൻ 1 lakh ഇൻറ്റു ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത കേസ് അല്ലേ, ഇൻറ്റു 1/2 പോർഷൻ ആയിരിക്കും എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പൊ എക്സംഷൻ എത്ര ആയിരിക്കും, 1/2 അല്ല, 1/3 പോർഷൻസ് ആയിരിക്കും. അപ്പോ ഇത് 1,00,000ന്റെ 1/3 പോർഷൻസ് നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. അടുത്ത കേസ് പറയുന്നത് എത്രയേ ഉള്ളൂ. എന്നാൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തൊരു എംപ്ലോയി ആണെങ്കിലോ, ഗ്രാറ്റുവിറ്റി നോട്ട് റിസീവ്ഡ് ആ ഒരു എംപ്ലോയിക്ക് ആണെന്നുണ്ടെങ്കിലോ ഇങ്ങനെയായിരിക്കും കേസ്. അതായത് 1 lakhന്റെ 1/2 പോർഷൻസ് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ഇങ്ങനെയാണ് ഈ കേസും പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഒരു പെൻഷൻ പീരിയോഡിക്കൽ പെൻഷൻസും ഉണ്ട്, കമ്മ്യൂട്ടഡ് പെൻഷൻസും ഉണ്ട്. അപ്പൊ ഒരു പീരിയോഡിക്കൽ പെൻഷൻ നോൺ ഗവൺമെന്റ് എംപ്ലോയും ഗവൺമെന്റ് എംപ്ലോയും റിസീവ് ചെയ്താൽ അവർക്ക് അത് ഫുള്ളി ടാക്സബിൾ ആണ് പ്രീവിയസ് ഇയറിൽ. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഫുള്ളി ഗവൺമെന്റ് എംപ്ലോയിക്ക് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. എന്നാൽ നോൺ ഗവൺമെന്റ് എംപ്ലോയിന്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാ, ആ നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്ന നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടോ, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പെൻഷന്റെ 1/3 പോർഷൻസ് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്തോളണം, ഒരു ടാക്സബിൾ ആക്കണം. എന്നാൽ നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്ത നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ്, ടോട്ടൽ പെൻഷന്റെ 1/2 പോർഷൻസ് വരെ എന്ത് കിട്ടും, എക്സംഷൻസ് കിട്ടും. So I hope you guys clear the provisions with the easy way. Then നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Okay guys, goodbye.